നമസ്കാരം. പാലും പാലുൽപ്പന്നങ്ങളും നമ്മുടെ ആഹാരക്രമത്തിൽ ഒഴിച്ചുകൂട്ടാനാവാത്ത ഘടകങ്ങളാണ്. മനുഷ്യ ശരീരത്തിനാവശ്യമായ മാംസ്യവും കൊഴുപ്പും ധാതുലവണങ്ങളും വിറ്റാമിനുകളുമൊക്കെ കൃത്യമായ രീതിയിൽ ലഭിക്കുന്നതിനാൽ പാലിനെ ഒരു സമീകൃത ആഹാരമായാണ് കണക്കാക്കുന്നത്. നമ്മുടെ നിത്യേനയുള്ള ആഹാരക്രമത്തിൽ പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും പങ്ക് അവഗണിക്കാനാവാത്തതാണെന്ന് ഒട്ടനവധി പഠനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. നമുക്കറിയാം, നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന പാൽ ഒന്നുകിൽ അത് വീടുകളിൽ നിന്ന്, ക്ഷീര കർഷകരുടെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ ഫാമുകളിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കുന്നതാണ്. അങ്ങനെ വാങ്ങിക്കുന്ന പാൽ കൂടുതലായും കുപ്പികളിലാണ് നമുക്ക് നൽകപ്പെടുന്നത്. അതല്ലെങ്കിൽ നമ്മൾ പാക്കറ്റ് പാൽ വാങ്ങി ഉപയോഗിക്കുന്നു. പാക്കറ്റ് പാൽ ക്ഷീര കർഷകരിൽ നിന്ന് അല്ലെങ്കിൽ ഫാമുകളിൽ നിന്ന് ശേഖരിക്കുന്ന പാൽ ഡയറി പ്ലാന്റുകളിൽ എത്തിച്ച് കൃത്യമായ രീതിയിൽ സംസ്കരിച്ച് ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ചുള്ള മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പരിപൂർണ സുരക്ഷ ഉറപ്പുവരുത്തിയാണ് പാക്കറ്റുകളിലാക്കി വിപണിയിൽ എത്തിക്കുന്നത്. കേരളത്തിൽ ഇന്ന് ഒട്ടനവധി ബ്രാൻഡുകൾ ഇത്തരത്തിൽ പാലും പാലുൽപ്പന്നങ്ങളും വിപണിയിൽ എത്തിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതും നമുക്ക് കൂടുതൽ പരിചിതമായതും സഹകരണ പ്രസ്ഥാനമായ മിൽമയുടെ പാലും പാലുൽപ്പന്നങ്ങളുമായിരിക്കും. മിൽമ ക്ഷീര കർഷകരിൽ നിന്ന് ക്ഷീരസംഘങ്ങൾ വഴി പാൽ നേരിട്ട് ശേഖരിച്ച് ഡയറി പ്ലാന്റിൽ എത്തിച്ച് കൃത്യമായി അതിനെ സംസ്കരിച്ച് പാക്കറ്റുകളിലാക്കി പാൽ വിപണിയിൽ എത്തിക്കുന്നു. ഇതുകൂടാതെ ആവിൻ, മിൽക്കി മിസ്റ്റ്, അമുൽ, കർണാടക മിൽക്ക് ഫെഡറേഷന്റെ നന്ദിനി തുടങ്ങിയ ബ്രാൻഡുകളും നമുക്ക് സുപരിചിതമാണ്. പാക്കറ്റ് പാൽ വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം, പല പാലും പല തരത്തിലുള്ള പാക്കറ്റുകളിലാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ പാക്കറ്റിന്റെ നിറത്തിലും വ്യത്യാസമുണ്ട്. ഇപ്പൊ മിൽമയുടെ പാൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം, ചില പാൽ പച്ച നിറത്തിലുള്ള പാക്കറ്റിലാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ ചില പാൽ മഞ്ഞ നിറത്തിലുള്ള പാക്കറ്റ്, അതുപോലെ ഓറഞ്ച് നിറത്തിലുള്ള പാക്കറ്റ്, അങ്ങനെ പല നിറങ്ങളിലുള്ള പാക്കറ്റുകളിലാണ് നമുക്ക് പാൽ ലഭിക്കുന്നത്. ഇത് മാറി ഉപയോഗിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും, ഇതിൽ എല്ലാം ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. ചില പാലിനെ കുറച്ച് കട്ടി നമുക്ക് കൂടുതൽ അനുഭവപ്പെടും, ചില പാലിനെ കുറച്ച് കട്ടി കുറവായിരിക്കും. ചില പാൽ നമ്മൾ കുറച്ചു നേരമൊക്കെ വെച്ചാലും അതിൽ കൊഴുപ്പ് മുകളിലേക്ക് പൊങ്ങി വരികയൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പാട രൂപപ്പെടുകയില്ല. നമ്മൾ വീടുകളിൽ നിന്നൊക്കെ നേരിട്ട് മേടിക്കുന്ന പാൽ നമുക്കറിയാം, കുറച്ചു നേരമൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ വേഗം അതിൽ പാട രൂപപ്പെടുകയൊക്കെ ചെയ്യും. എന്നാൽ ചില പാക്കറ്റ് പാൽ നമ്മൾ മേടിച്ച് കുറച്ച് അധികം നേരം വെച്ചാലും അതിൽ പാട രൂപപ്പെടാനൊക്കെ ഒരുപാട് സമയമെടുക്കും. സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം ഉണ്ടാകും, എന്തുകൊണ്ടാണ് ഇപ്രകാരം പാട രൂപപ്പെടാത്തത് അല്ലെങ്കിൽ കൊഴുപ്പ് മുകളിലോട്ട് പൊങ്ങി വരാത്തത്? ഇതിന് പൂർണ്ണമായിട്ടും കൊഴുപ്പ് നീക്കം ചെയ്തതിന് ശേഷമാകുമോ പാക്കറ്റ് പാൽ എത്തുന്നത്? നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഗുണമേന്മ ഇപ്രകാരം മേടിക്കുന്ന പാക്കറ്റ് പാലിന് ലഭിക്കുന്നുണ്ടാകുമോ? അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ചിലർക്കെങ്കിലും ഒക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ചോദിച്ച് കേൾക്കാറുമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, 3 മാസം മുതൽ 6 മാസം വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കുന്ന പാലും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇപ്പൊ പാൽ സ്വാഭാവികമായ അന്തരീക്ഷ ഊഷ്മാവിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ വേഗം കേടാവുന്ന ഒരു ഭക്ഷ്യപദാർത്ഥമാണെന്ന് നമുക്കൊക്കെ അറിയാം. നമ്മൾ വീടുകളിലൊക്കെ പുറത്തെടുത്ത് വെച്ചാൽ ഒരു 2-3 മണിക്കൂറുകളൊക്കെ കഴിയുമ്പോൾ തന്നെ പാലിൽ മാറ്റം ഉണ്ടാകാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ പാൽ പുളിക്കാൻ തുടങ്ങും. എന്നാൽ ഇങ്ങനെ പാക്കറ്റുകളിലാക്കി വരുന്ന ചില പാൽ 3 മാസം മുതൽ 6 മാസം വരെ കേടുകൂടാതെ ഇരിക്കുമെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നാം, എന്തെങ്കിലും രാസവസ്തുക്കളൊക്കെ ഇതിൽ ചേർത്തിട്ടായിരിക്കുമോ ഇപ്രകാരം പാലിന്റെ സംഭരണ കാലം അല്ലെങ്കിൽ സൂക്ഷിപ്പ് കാലം വർദ്ധിപ്പിക്കുന്നത്? അങ്ങനെയുള്ള സംശയങ്ങൾ. പിന്നെ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ സുരക്ഷിതമാണോ? ഇങ്ങനെ ലോങ് ലൈഫ് മിൽക്ക് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഇതുപോലെയുള്ള കേടുകൂടാതെ കുറെ കാലം ഇരിക്കുന്ന പാൽ കുട്ടികൾക്ക് കൊടുക്കുവാൻ സുരക്ഷിതമാണോ? അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു കേൾക്കാറുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഇന്ത്യൻ ഡയറി അസോസിയേഷൻ കേരള ചാപ്റ്ററിന്റെയും ഡയറി സയൻസ് കോളേജിന്റെയും നേതൃത്വത്തിൽ ക്ഷീര കർഷകർക്കും പാൽ ഉപഭോക്താക്കൾക്കും അതുപോലെ തന്നെ ഉൽപാദകർക്കും വേണ്ടി പാക്കറ്റ് പാൽ പലതരം പല ഗുണം എന്ന പേരിൽ ഒരു പ്രഭാഷണം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത്. അപ്പം ആദ്യമായി നമുക്ക് പാൽ എന്താണ് എന്ന് നോക്കാം. ആരോഗ്യമുള്ള ഒരു കറവമൃഗത്തിന്റെ അകിടിൽ നിന്നും പ്രസവിച്ച് 5 ദിവസം കഴിഞ്ഞതിനു ശേഷം പൂർണ്ണമായി കറന്നെടുത്തതും നിയമപ്രകാരമുള്ള ഘടകങ്ങൾ ഉൾക്കൊണ്ടതുമായ സ്രവമാണ് പാൽ. പ്രസവിച്ച് ആദ്യത്തെ 5 ദിവസത്തെ പാൽ കൊളസ്ട്രം അല്ലെങ്കിൽ കന്നിപ്പാൽ എന്നാണ് അറിയപ്പെടുന്നത്. അത് നമ്മൾ സാധാരണയായി ഉപയോഗത്തിന് എടുക്കാറില്ല. എന്നാൽ പ്രസവിച്ച് 5 ദിവസം കഴിഞ്ഞതിന് ശേഷം കറവമൃഗത്തിന് പൂർണ്ണമായി കറന്നെടുത്തതും നിയമപ്രകാരമുള്ള ഘടകങ്ങൾ എല്ലാം ഉൾക്കൊണ്ടതുമായ സ്രവത്തെയാണ് നമ്മൾ പാൽ എന്ന് വിളിക്കുന്നത്.
അപ്പോൾ പാലിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാലിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഘടകം വെള്ളമാണ്. 85% മുകളിൽ പാലിൽ അടങ്ങിയിരിക്കുന്നത് വെള്ളമാണ്. ബാക്കിയുള്ള ഘടകങ്ങൾ കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ്, മാംസ്യം അല്ലെങ്കിൽ മിൽക്ക് പ്രോട്ടീൻ, അന്നജം അല്ലെങ്കിൽ ലാക്ടോസ്, ധാതു ലവണങ്ങൾ, ജീവകങ്ങൾ മുതലായവയാണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അതായത് അന്നജം ലാക്ടോസ് ആണ്. പാലിലെ ഘടകങ്ങളെ പ്രധാനമായും രണ്ടായും തിരിക്കാം. അതിൽ ആദ്യത്തേത് വെള്ളമാണ്. ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഘടകം വെള്ളമാണ്. 85% മുകളിൽ പാലിൽ അടങ്ങിയിരിക്കുന്നത് വെള്ളമാണ്. അതുപോലെ തന്നെ ബാക്കി ഒരു 12 മുതൽ 15% വരെ അളവിൽ അടങ്ങിയിരിക്കുന്നതാണ് ഖരപദാർത്ഥങ്ങൾ. ഈ ഖരപദാർത്ഥങ്ങൾ തന്നെ രണ്ടായി തിരിക്കാം. ഒന്ന് കൊഴുപ്പ്, മറ്റൊന്ന് കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങൾ. ഈ കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളാണ് സോളിഡ്സ് നോട്ട് ഫാറ്റ് അല്ലെങ്കിൽ SNF എന്നറിയപ്പെടുന്നത്. പാലിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പിന്റെയും കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളുടെയും അളവിനെ അടിസ്ഥാനമാക്കിയാണ് പാലിന്റെ വില നിശ്ചയിക്കപ്പെടുന്നത്. കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളിൽ മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ, ലാക്ടോസ്, ധാതു ലവണങ്ങൾ, ജീവകങ്ങൾ മുതലായവയാണ് ഉൾപ്പെടുന്നത്. പാലിന്റെ ഘടന നോക്കാം. പശുവിൻ പാലിന്റെയും എരുമപ്പാലിന്റെയും ഏകദേശ ഘടനയാണ് നൽകിയിരിക്കുന്നത്. പശുവിൻ പാലിൽ ഏകദേശം 87% വെള്ളമാണ്. 3.5 തൊട്ട് 4% വരെയാണ് കൊഴുപ്പടങ്ങിയിരിക്കുന്നത്. 3 തൊട്ട് ഏകദേശം 3.5% മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ, 4.5 തൊട്ട് 5% ലാക്ടോസ്, 1% താഴെയാണ് ധാതു ലവണങ്ങൾ. അത് പശുവിൻ പാലിലും എരുമപ്പാലിലും 1% താഴെ, ഏകദേശം 7 മുതൽ 8% വരെയാണ് ധാതു ലവണങ്ങളുടെ അളവ്. എരുമപ്പാലിൽ പശുവിൻ പാലുമായി താരതമ്യം ചെയ്യുമ്പോൾ കൊഴുപ്പിന്റെ അളവ് കൂടുതലാണ്. 7% മുകളിലൊക്കെ എരുമപ്പാലിൽ കൊഴുപ്പിന്റെ അളവുണ്ട്. ഇനി പശുവിന്റെ കാര്യം എടുത്താൽ തന്നെ പല ഇനത്തിൽപ്പെട്ട പശുവിൽ കൊഴുപ്പിന്റെ അളവ് വ്യത്യസ്തമായിരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ജേഴ്സി പശുവൊക്കെ ആണെങ്കിൽ അതിന്റെ പാലിന് 5% അല്ലെങ്കിൽ 5% മുകളിലൊക്കെ കൊഴുപ്പുണ്ടാവാറുണ്ട്. എന്നാൽ ഇനത്തിൽപ്പെട്ട പശുവിലൊക്കെ ഏകദേശം 3% ഒക്കെയാണ് ഫാറ്റ് കണ്ടുവരുന്നത്. എന്നാൽ പാലിന്റെ അളവ് നോക്കുകയാണെങ്കിൽ ഈ HFനായിരിക്കും ജേഴ്സി പശുവിനേക്കാളും കൂടുതൽ പാൽ ലഭിക്കുക. അപ്പോൾ ഓരോ പശുവിനനുസരിച്ച് അതിന്റെ ഇനത്തിനനുസരിച്ച്, അല്ലെങ്കിൽ എരുമയാണെങ്കിലും അതിന്റെ ഇനത്തിനനുസരിച്ച് കൊഴുപ്പിലൊക്കെ കാര്യമായ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. പാലിന്റെ നിയമാനുസൃത മാനദണ്ഡം എന്താണെന്ന് നോക്കാം. പാൽ വിപണിയിൽ എത്തിക്കുമ്പോൾ ഭക്ഷ്യസുരക്ഷാ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അതിൽ നിശ്ചിത അളവിൽ കൊഴുപ്പും കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളും ഉണ്ടാകേണ്ടതായുണ്ട്. പശുവിൻ പാലിൽ മിനിമം കുറഞ്ഞത് 3.2% കൊഴുപ്പും 8.3% കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളുമാണ് ഉണ്ടായിരിക്കേണ്ടത്. നേരത്തെ ഇത് 3.5% കൊഴുപ്പും 8.5% കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളുമായിരുന്നു. എന്നാൽ പിന്നീട് നിയമത്തിൽ ഭേദഗതി വരികയും ഇപ്പോഴിത് 3.2% കൊഴുപ്പ് കുറഞ്ഞത് 3.2% കൊഴുപ്പും 8.3% കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങൾ അഥവാ SNFുമാണ്. ഇന്ത്യ മുഴുവൻ പശുവിൻ പാലിന് ഈ ഒരു മാനദണ്ഡം തന്നെയാണ്. എരുമപ്പാല് കൊഴുപ്പ് കുറഞ്ഞത് 5%, കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങൾ അഥവാ SNF കുറഞ്ഞത് 9%. ഇത് ചില സംസ്ഥാനങ്ങളിൽ വ്യത്യാസമുണ്ട്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൊഴുപ്പ് കുറഞ്ഞത് 5%, കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങൾ കുറഞ്ഞത് 9%. എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ കൊഴുപ്പിന്റെ അളവിൽ കുറച്ച് കൂടുതൽ ആണ്. കുറഞ്ഞത് 6% കൊഴുപ്പാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങൾ കുറഞ്ഞത് 9% തന്നെയാണ്. എരുമപ്പാലിന് സംസ്ഥാനങ്ങൾക്കനുസരിച്ച് മാനദണ്ഡത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്നാൽ പശുവിൻ പാലിന് ഇന്ത്യ മുഴുവൻ ഒരേ മാനദണ്ഡമാണ് ഉള്ളത്. പാൽ സംസ്കരണം. പാൽ നമുക്കറിയാം വളരെ വേഗം കേടാവുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ്. പ്രത്യേകിച്ച് അന്തരീക്ഷ ഊഷ്മാവിലൊക്കെ നമ്മൾ ഫ്രിഡ്ജിലല്ലാതെ പുറത്തൊക്കെയാണ് സൂക്ഷിക്കുന്നതെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ ഇരുന്നാൽ തന്നെ പാലിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പാൽ പുളിക്കാറുണ്ട്. അപ്പോൾ പാൽ സംസ്കരിക്കുന്നത് ഈ ക്ഷീര കർഷകരിൽ നിന്നൊക്കെ സംഭരിക്കുന്ന പാൽ ഡയറി പ്ലാന്റുകളിൽ എത്തിച്ച് അത് വിപണിയിൽ എത്താനായിട്ടൊരു സമയമുണ്ട്. അപ്പോൾ പാൽ ശരിയായ രീതിയിൽ സംസ്കരിച്ചാൽ മാത്രമേ കേടുകൂടാതെ ഇത് ഉപഭോക്താവിന്റെ കയ്യിൽ എത്തുന്നു എന്ന് ഉറപ്പിക്കുവാൻ പറ്റും. അപ്പോൾ പാൽ ഇപ്രകാരം സംസ്കരിക്കുമ്പോൾ പാലിന്റെ സൂക്ഷിപ്പ് കാലം വർദ്ധിപ്പിക്കുന്നു. പാലിന്റെ അണുഗുണം അല്ലെങ്കിൽ മൈക്രോബിയൽ ക്വാളിറ്റി ഒക്കെ വർദ്ധിക്കുകയും അങ്ങനെ പാലിന്റെ സൂക്ഷിപ്പ് കാലം അല്ലെങ്കിൽ സംഭരണ കാലം വർദ്ധിക്കുകയും ചെയ്യുന്നു ശരിയായ രീതിയിൽ സംസ്കരിച്ച്.
അതുപോലെ തന്നെ പാലിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. പാൽ കൃത്യമായ രീതിയിൽ സംസ്കരിക്കുന്നത് വഴി പാലിലെ രോഗകാരികളായ അണുക്കളെയൊക്കെ നശിപ്പിക്കുന്നു. അങ്ങനെ പാലിന്റെ സുരക്ഷ ഉറപ്പുവരുത്തി പാക്കറ്റുകളിലാക്കി വിപണിയിലെത്തിക്കുന്നു. അതുപോലെ രുചിയും ഗുണവും നിലനിർത്തുന്നു. പാൽ സംസ്കരിക്കുമ്പോൾ പാലിന്റെ രുചിയിലും ഗുണത്തിലും കാര്യമായ കുറവൊന്നും വരുത്താതെയാണ് പാൽ വിവിധ സംസ്കരണ രീതികൾക്ക് വിധേയമാകുന്നത്. അതുപോലെ തന്നെ പോഷക ഗുണം വർദ്ധിക്കുകയോ നിലനിർത്തുകയോ ചെയ്യുന്നു. ചില പാല് ഇപ്പോൾ നമ്മൾ മിൽമയുടെയൊക്കെ പാല് നമുക്കറിയാം, വരുമ്പോൾ അതിന്റെ പാക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അത് വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും ചേർത്ത് സമ്പുഷ്ടമാക്കിയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെ പോഷക ഗുണം ചില സംസ്കരണ രീതികളിൽ പോഷക ഗുണം വർദ്ധിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ നിലനിർത്തുകയോ ചെയ്യുന്നു. പോഷക ഗുണത്തിൽ കുറവൊന്നും വരുന്നില്ല സംസ്കരണം വഴി. അതുപോലെ ശരിയായ രീതിയിൽ പാൽ സംസ്കരിക്കുമ്പോൾ പാലിന്റെ കൈകാര്യം ചെയ്യൽ ലഘൂകരിക്കുന്നു. അങ്ങനെ പാക്കറ്റുകളിലാക്കി മികച്ച ഗുണമേന്മയുള്ള സുരക്ഷ ഉറപ്പാക്കിയ പാൽ നമുക്ക് ലഭ്യമാകുന്നു. ആദ്യത്തെ പാൽ സംസ്കരണ രീതി പാൽ ശീതീകരണമാണ്. ഡയറികളിൽ നിന്നും വളരെ ദൂരെ സ്ഥിതി ചെയ്യുന്ന ക്ഷീരസംഘങ്ങളിൽ സംഭരിക്കുന്ന പാൽ ചില്ലിംഗ് പ്ലാന്റുകളിൽ വെച്ച് ശീതീകരിക്കുന്നു. പാൽ വളരെ വേഗം കേടാവുന്ന സ്വഭാവമുള്ളൊരു ഭക്ഷ്യവസ്തുവാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡയറികളൊക്കെ ക്ഷീരസംഘങ്ങളിൽ നിന്ന് ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഈ പാൽ വണ്ടിയിലൊക്കെ കയറ്റി ഡയറിയിൽ എത്തുമ്പോൾ കുറച്ച് സമയമെടുക്കും. അപ്പോൾ പാൽ കേടാവരുത്, അതുകൊണ്ട് ചില്ലിംഗ് പ്ലാന്റുകളിൽ അല്ലെങ്കിൽ ശീതീകരണ കേന്ദ്രങ്ങളിൽ വെച്ച് പാല് ശീതീകരിച്ചതിന് ശേഷമാണ് ഡയറികളിൽ എത്തിക്കുന്നത്. പാൽ ശീതീകരിക്കുന്നത് വഴി പാലിലെ അണുക്കളെ പെരുകുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തുന്നു. പാലിലെ അണുക്കൾക്ക് വളരുവാൻ അല്ലെങ്കിൽ പെരുകുവാൻ ഏറ്റവും നല്ല അന്തരീക്ഷ ഊഷ്മാവ് തന്നെയാണ്. അപ്പോൾ പാൽ തണുപ്പിക്കുന്നത് വഴി അണുക്കൾ പെരുകുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തുന്നു. പാൽ ശീതീകരണ കേന്ദ്രങ്ങളിൽ പാൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിക്കുന്ന രീതിയാണുള്ളത്. 8 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള താപനില ബാക്ടീരിയ അതുപോലെ മറ്റു അണുക്കളൊക്കെ പെരുകുന്നതിനെ തടയുന്നു. അങ്ങനെ പാൽ ശീതീകരിച്ച് സുരക്ഷിതമാക്കി ഡയറി പ്ലാന്റുകളിൽ എത്തിക്കുന്നു. പാസ്ചറൈസേഷൻ നമ്മൾ മിക്കവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. പാസ്ചറൈസ് ചെയ്ത പാല് എന്നൊക്കെ. പാലിനെ ഒരു നിശ്ചിത ഊഷ്മാവിൽ നിശ്ചിത സമയം ചൂടാക്കുന്ന പ്രക്രിയയാണ് പാസ്ചറൈസേഷൻ. സാധാരണയായി 72 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ് അല്ലെങ്കിൽ 63 ഡിഗ്രി സെൽഷ്യസ് 30 മിനിറ്റോളം ആണ് നമ്മൾ ചൂടാക്കുന്നത്. അങ്ങനെ ചൂടാക്കിയ പാൽ ഉടൻ തന്നെ ഏകദേശം 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിച്ച് സംഭരിക്കുന്നു, അല്ലെങ്കിൽ തണുപ്പിച്ചതിന് ശേഷം പാക്കറ്റുകളിലാക്കി നിറയ്ക്കുന്നു. പ്രകാരം പാസ്ചറൈസ് ചെയ്ത പാൽ പൂർണ്ണമായും അണുവിമുക്തമാകുന്നില്ല. എന്നാൽ പാലിലെ രോഗകാരികളായ അണുക്കളെല്ലാം നശിക്കുന്നു. അതുപോലെ അണുക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരുന്നു. അതുകൊണ്ട് പാലിന്റെ സംഭരണ കാലം വർദ്ധിക്കുന്നു. എന്നാൽ പാസ്ചറൈസ് ചെയ്ത് കഴിഞ്ഞാലും പാൽ പൂർണ്ണമായും അണുവിമുക്തമാകാത്തതിനാൽ പാസ്ചറൈസ് ചെയ്തതിനു ശേഷവും പാൽ തണുപ്പിച്ച് സൂക്ഷിക്കേണ്ടതാണ്. നമുക്കറിയാം, നമ്മൾ പാക്കറ്റുകളിലാക്കി കിട്ടുന്ന പാലൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. പുറത്ത് വെച്ചിരുന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ കേടാവും. ഇത് പൂർണ്ണമായി അണുവിമുക്തമാകാത്തത് കൊണ്ടാണ്. എന്നാൽ പാസ്ചറൈസ് ചെയ്ത പാൽ സുരക്ഷിതമാണ്. തിളപ്പിക്കാതെ തന്നെ നേരിട്ട് ഉപയോഗിക്കുവാൻ യോഗ്യമാണ് പാസ്ചറൈസ് ചെയ്ത പാൽ. പാലിന്റെ സംഭരണ കാലം വർദ്ധിപ്പിക്കുവാനായി പാസ്ചറൈസേഷൻ എന്ന പ്രക്രിയ സഹായിക്കുന്നു. അടുത്തത് സ്റ്റെറിലൈസേഷൻ. പാലിനെ 115 മുതൽ 120 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് ചൂടാക്കി പാലിനെ പൂർണ്ണമായും അണുവിമുക്തമാക്കുന്ന പ്രക്രിയയാണ് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസ് ചെയ്ത പാൽ അന്തരീക്ഷ ഊഷ്മാവിൽ കുറഞ്ഞത് 15 ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ പാൽ പൂർണ്ണമായും അണുവിമുക്തമാകുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് തണുപ്പിച്ച് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അന്തരീക്ഷ ഊഷ്മാവിൽ കുറഞ്ഞത് 15 ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. പാൽ പാക്കറ്റ് പൊട്ടിക്കുന്നത് വരെ അന്തരീക്ഷ ഊഷ്മാവിൽ കുറഞ്ഞത് 15 ദിവസം കേടുകൂടാതിരിക്കും. എന്നാൽ ഒരിക്കൽ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നീട് സാധാരണ പാക്കറ്റ് പാൽ പോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം വീണ്ടും അത് കേടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്റ്റെറിലൈസ് ചെയ്ത പാൽ പാക്കറ്റ് പൊട്ടിക്കുന്നത് വരെ അന്തരീക്ഷ ഊഷ്മാവിൽ കുറഞ്ഞത് 15 ദിവസം വരെ അതിന് സംഭരണകാലം ലഭിക്കും. കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അൾട്രാ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ UHT ട്രീറ്റ്മെന്റ്. പാൽ 135 മുതൽ 150 ഡിഗ്രി സെൽഷ്യസിൽ 1 മുതൽ 3 സെക്കൻഡ് വരെ ചൂടാക്കി പൂർണ്ണമായും അണുവിമുക്തമാക്കുന്ന രീതിയാണ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ UHT ട്രീറ്റ്മെന്റ്. അണുവിമുക്തമാക്കിയ പാൽ ഏകദേശം 20 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിച്ചതിനു ശേഷം അണുവിമുക്തമാക്കിയ അന്തരീക്ഷത്തിൽ മുൻകൂട്ടി അണുവിമുക്തമാക്കിയ പാക്കറ്റുകളിൽ നിറയ്ക്കുന്നു.
ഈ പാൽ പൂർണ്ണമായും അണുവിമുക്തമാകുന്നു. അതിനുശേഷം ഇത് നിറയ്ക്കുന്നത് സാധാരണ പാക്കറ്റുകളിലല്ല, 5 മുതൽ 7 വരെ പാളുകളുള്ള പ്രത്യേക പാക്കറ്റുകളിലാണ് ഇത് നിറയ്ക്കുന്നത്. പ്രകാരമുള്ള പാക്കറ്റുകളിൽ നിറയ്ക്കുന്നത് വഴി അണുക്കളുടെ പുനഃപ്രവേശനം തടയുവാനും അതുപോലെ പ്രകാശവും വായുവും ഉള്ളിൽ കടക്കുന്നത് തടയാനും കഴിയുന്നു. അതുകൊണ്ടാണ് UHT പ്രക്രിയ വഴി അണുവിമുക്തമാക്കിയ പാൽ അന്തരീക്ഷ ഊഷ്മാവിൽ ഏകദേശം 90 മുതൽ 180 ദിവസം വരെ 3 മുതൽ 6 മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കുവാൻ സാധിക്കുന്നത്. അല്ലാതെ ഇതിൽ രാസവസ്തുക്കൾ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇപ്രകാരം പൂർണ്ണമായും അണുവിമുക്തമാക്കി പ്രത്യേക പാക്കേജിംഗ് മെറ്റീരിയൽ, പ്രത്യേക പാക്കറ്റുകളിൽ നിറയ്ക്കുന്നതിനാലാണ് ഇപ്രകാരം നമുക്ക് 3 മുതൽ 6 മാസം വരെയുള്ള സംഭരണകാലം UHT ട്രീറ്റ്മെന്റ് ചെയ്ത പാലിന് ലഭിക്കുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധാരണ പാക്കറ്റ് പാൽ പോലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കേണ്ടതാണ്. പാക്കറ്റ് പൊട്ടിക്കാത്തിടത്തോളം 3 മുതൽ 6 മാസം വരെ ഇത് കേടുകൂടാതെ UHT പ്രക്രിയ വഴി അണുവിമുക്തമാക്കിയ പാൽ സൂക്ഷിക്കാവുന്നതാണ്. ഹോമോജനൈസേഷൻ. പാലിലെ വലിയ കൊഴുപ്പ് കണികകളുടെ വലിപ്പം കുറയ്ക്കുന്ന പ്രക്രിയയാണ് ഹോമോജനൈസേഷൻ. നമ്മൾ കറന്നെടുക്കുന്ന പാലിൽ കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് സ്ഥിതി ചെയ്യുന്നത് ഗ്ലോബ്യൂൾസ് അല്ലെങ്കിൽ ഗോള രൂപങ്ങളായിട്ടാണ്. നമ്മൾ ഫാമിൽ നിന്നും അല്ലെങ്കിൽ വീടുകളിൽ നിന്നും നേരിട്ട് മേടിക്കുന്ന പാലിൽ പ്രകാരം വലിയ കൊഴുപ്പ് കണികകൾ അല്ലെങ്കിൽ ഗോളങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പാൽ കുറച്ചു നേരമൊക്കെ അനക്കാതെ വെക്കുമ്പോൾ കൊഴുപ്പ് മുകളിലേക്ക് വരികയും അങ്ങനെ പാട കെട്ടുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഡയറി പ്ലാന്റുകളിൽ പാൽ ഹോമോജനൈസേഷൻ എന്ന പ്രക്രിയയ്ക്ക് വിധേയമാകുന്നുണ്ട്. ഹോമോജനൈസേഷൻ ചെയ്യുമ്പോൾ പാൽ ഉയർന്ന മർദ്ദത്തിലൂടെ കടത്തിവിട്ട് പാലിലെ കൊഴുപ്പ് കണികകളുടെ വലിപ്പം കുറച്ച് തുല്യ വലിപ്പത്തിലാക്കുകയും പാലിൽ കൊഴുപ്പിനെ തുല്യമായി വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ചെയ്യുന്നത് കൊണ്ടാണ് പാക്കറ്റ് പാലിൽ പാടരൂപം കൊള്ളാൻ അല്ലെങ്കിൽ പാട കെട്ടാനായി കൂടുതൽ സമയം എടുക്കുന്നത്. അല്ലാതെ അതിൽ നിന്ന് കൊഴുപ്പ് നീക്കം ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. പാലിലെ വലിയ കൊഴുപ്പ് കണികകളുടെ വലിപ്പം കുറച്ച് പാലിൽ കൊഴുപ്പിനെ തുല്യമായി വ്യാപിപ്പിക്കുകയാണ് ഹോമോജനൈസേഷൻ എന്ന പ്രക്രിയ വഴി ചെയ്യുന്നത്. അടുത്തത് സ്റ്റാൻഡേർഡൈസേഷൻ. പാലിലെ കൊഴുപ്പിന്റെയും കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളുടെയും ശതമാനം നിജപ്പെടുത്തുന്ന പ്രക്രിയയാണ് സ്റ്റാൻഡേർഡൈസേഷൻ. പാലിൽ അടങ്ങിയിട്ടുള്ള കൊഴുപ്പിന്റെയും കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളുടെയും അളവിനെ അടിസ്ഥാനമാക്കിയാണ് പാലിന്റെ വില നിശ്ചയിക്കുന്നത്. പാൽ വിപണിയിൽ പാക്കറ്റിലാക്കി എത്തിക്കണമെങ്കിൽ ഭക്ഷ്യസുരക്ഷാ നിയമം അനുശാസിക്കുന്ന രീതിയിൽ നിശ്ചിത അളവിൽ കൊഴുപ്പും കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളും അതിലുണ്ടായിരിക്കണം. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്ത പശുക്കൾ ഒരേ തൊഴുത്തിലുള്ള പല പശുക്കളിൽ നിന്ന് കിട്ടുന്ന പാലിൽ പോലും കൊഴുപ്പ് അതുപോലെ SNF അല്ലെങ്കിൽ കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളും വ്യത്യസ്തമായിരിക്കും. എന്നാൽ നമ്മൾ അതിനെ ഏകീകരിച്ച് ഭക്ഷ്യസുരക്ഷാ നിയമം നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അനുശാസിക്കുന്ന മാനദണ്ഡം അനുസരിച്ച് വേണം പാക്കറ്റിലാക്കി വിപണിയിൽ എത്തിക്കാൻ. അങ്ങനെ പാലിലെ കൊഴുപ്പിനെയും കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ SNF-ന്റെ അളവിനെയും നിജപ്പെടുത്തുന്ന ക്രമീകരിക്കുന്ന പ്രക്രിയയ്ക്കാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത്. പ്രകാരം ഇപ്പോൾ കൊഴുപ്പ് നമുക്ക് കുറയ്ക്കണമെങ്കിൽ ഒന്നെങ്കിൽ അധികമുള്ള കൊഴുപ്പ് അതിൽ നിന്ന് നീക്കം ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ SNF കണ്ടന്റ് SNF-ന്റെ അളവ് വർദ്ധിപ്പിക്കണം. പ്രകാരം SNF വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കൊഴുപ്പ് നീക്കം ചെയ്ത പാലിൽ നിന്നും ജലാംശം മാറ്റിയതിനു ശേഷം അതിനെ പൊടിയാക്കി സൂക്ഷിക്കുന്ന സ്കിംഡ് മിൽക്ക് പൗഡർ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രകാരം തയ്യാറാക്കുന്ന സ്കിംഡ് മിൽക്ക് പൗഡർ നമ്മൾ ഗുണമേന്മയുള്ള പാലിൽ നിന്നും ജലാംശം കളഞ്ഞ് സ്പ്രേ ഡ്രെയിൻ പോലെയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് പാൽപ്പൊടി അല്ലെങ്കിൽ സ്കിംഡ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ അത് മായം ചേർക്കുന്നതാണെന്ന് പറയാൻ പറ്റില്ല. ഗുണമേന്മയുള്ള പാലിൽ നിന്നും ജലാംശം കളഞ്ഞ് പൊടിയാക്കി സൂക്ഷിക്കുന്നതാണ് ഇപ്രകാരമുള്ള പാൽപ്പൊടി അല്ലെങ്കിൽ സ്കിംഡ് മിൽക്ക് പൗഡർ. അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നത് പാലിലെ കൊഴുപ്പിന്റെയും കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളുടെയും ശതമാനം നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഭക്ഷ്യസുരക്ഷാ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് വിപണിയിൽ ലഭ്യമായ വിവിധയിനം പാല് ഏതൊക്കെയാണെന്ന് നോക്കാം. പശുവിൻ പാൽ, അതിന്റെ നിയമമാനദണ്ഡം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കൊഴുപ്പ് കുറഞ്ഞത് 3.2%, കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങൾ കുറഞ്ഞത് 8.3%. എരുമപ്പാലിൽ കൊഴുപ്പ് കുറഞ്ഞത് 5%, കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങൾ 9%. ചില സംസ്ഥാനങ്ങളിൽ കൊഴുപ്പ് കുറഞ്ഞത് 6%, കേരളത്തിൽ 5%. ടോൺഡ് പാൽ, നമ്മൾ പാക്കറ്റ് പാലുകളൊക്കെ മേടിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും. അതിൽ പാസ്ചറൈസ് ചെയ്യുന്നതൊക്കെ പാസ്ചറൈസ്ഡ് എന്ന് പാക്കറ്റിൽ രേഖപ്പെടുത്താറുണ്ട്. അതുപോലെ ഹോമോജനൈസേഷൻ പ്രക്രിയയ്ക്ക് വിധേയമാകുന്നുണ്ടെങ്കിൽ ഹോമോജനൈസ്ഡ് എന്നും
ചേർക്കാറുണ്ട്. ഇപ്പം നമ്മൾ പാസ്ചറൈസ്ഡ്, ഹോമോജനൈസ്ഡ്, ടോൺഡ് മിൽക്ക് എന്നൊക്കെ കാണാറുണ്ട്. ടോൺഡ് മിൽക്ക് എന്ന പേര് വിപണിയിൽ എത്തിക്കണമെങ്കിൽ പാലിൽ കുറഞ്ഞത് 3% കൊഴുപ്പും 8.5% കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളും അടങ്ങിയിരിക്കണം. ഡബിൾ ടോൺഡ് പാലാണെങ്കിൽ കൊഴുപ്പ് കുറഞ്ഞ പാലാണത്. കുറഞ്ഞത് 1.5% മാത്രമാണ് ഇത് കൊഴുപ്പുണ്ടാവുക. അതുപോലെ കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങൾ കുറഞ്ഞത് 9% വരെ SNF ഉണ്ടായിരിക്കണം. സ്റ്റാൻഡേർഡൈസ്ഡ് പാൽ, അത് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് കൂടിയ പാലാണ്. കുറഞ്ഞത് 4.5% കൊഴുപ്പും 8.5% കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളും ഉണ്ടായിരിക്കണം. സ്കിംഡ് പാൽ കൊഴുപ്പ് നീക്കം ചെയ്ത പാലാണ്. പൂർണ്ണമായി കൊഴുപ്പ് നീക്കം ചെയ്യുന്നില്ല. ഏറ്റവും കൂടിയത് 0.5% വരെ കൊഴുപ്പ് സ്കിംഡ് പാലിൽ ഉണ്ടാവാം. അതുപോലെ കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങൾ അഥവാ SNF കുറഞ്ഞത് 8.7% സ്കിംഡ് പാലിൽ ഉള്ളത്. ഇനി നമുക്ക് വിപണിയിൽ ലഭ്യമായ വിവിധ ഇനം പാലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം പശുവിൻ പാലാണ് ഇവിടെ തന്നിരിക്കുന്നത്. മിൽമയുടെ പശുവിൻ പാലാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. 450 ml പാക്കറ്റാണ്. പശുവിൻ പാലായി വിപണിയിൽ എത്തിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറഞ്ഞത് 3.2% കൊഴുപ്പ്, അതുപോലെ 8.3% കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളുമാണ് അടങ്ങേണ്ടത്. എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ളത് ഇവിടെ വെറ്റിനറി യൂണിവേഴ്സിറ്റി ഡയറി പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൗ മിൽക്കാണ്, പശുവിൻ പാലാണ്. ഇതും പാസ്ചറൈസ് ചെയ്തതിനു ശേഷം പാക്കറ്റുകളിലാക്കി ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ സെയിൽസ് കൗണ്ടറിലൊക്കെ ലഭ്യമാണ്. യൂണിവേഴ്സിറ്റി ഡയറി പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സ് ചെയ്യുന്ന കൗ മിൽക്കാണ്, പശുവിൻ പാലാണിത്. അടുത്തത് എരുമപ്പാൽ. എരുമപ്പാലിന് നമ്മൾ പറഞ്ഞു മിനിമം 5% കൊഴുപ്പും 9% കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളുമാണ് എരുമപ്പാലിൽ ഉണ്ടായിരിക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ളത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഡയറി പ്ലാന്റിൽ നിർമ്മിക്കുന്ന എരുമപ്പാലാണ്. കുറഞ്ഞത് 5% കൊഴുപ്പും 9% കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളുമാണ് ഉണ്ടാവേണ്ടത്. 500 ml പായ്ക്കാണ്. 25.5 ആണ് 1/2 ലിറ്റർ പാലിൻ്റെ വില. ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് നന്ദിനി, കർണാടക മിൽക്ക് ഫെഡറേഷൻ്റെ നന്ദിനി ബഫല്ലോ മിൽക്കാണ്, എരുമപ്പാലാണ്. അത് നമുക്ക് കാണാം 6% കുറഞ്ഞത് കൊഴുപ്പുണ്ടാവേണ്ടത്. ടോൺഡ് പാൽ മിനിമം 3% കൊഴുപ്പും 3.5% കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളും ഉള്ളതാണ് ടോൺഡ് മിൽക്ക്. ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് പാസ്ചറൈസ്ഡ് ടോൺഡ് മിൽക്കാണ്. മിൽമയുടെ 500 ml പാക്കറ്റാണ്. അത് ഹോമോജനൈസ് ചെയ്തിട്ടില്ല, അത് ചെയ്യാത്ത പാക്കറ്റാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ കൊഴുപ്പ് മുകളിലോട്ട് പൊങ്ങി വരാനും പാടരൂപം കൊള്ളാനും ഒക്കെ സാധ്യതയുണ്ട്. ഹോമോജനൈസ്ഡ് ടോൺഡ് മിൽക്ക്. ഹോമോജനൈസ്ഡ് ടോൺഡ് മിൽക്കിലും ടോൺഡ് മിൽക്ക് തന്നെയാണ്. കുറഞ്ഞത് 3% കൊഴുപ്പ് 8.5% കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളുമാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. ഹോമോജനൈസ് ചെയ്ത പാലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം വെച്ചാലും പാട് രൂപം കൊള്ളാൻ കുറേ അധികം സമയമെടുക്കും. അതുപോലെ അതിൽ ലോഗോയിൽ കാണാം, ഇതിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും ചേർത്ത് സമ്പുഷ്ടീകരിച്ചാണ് ഇപ്പോൾ മിൽമയുടെ പാൽ പാക്കറ്റുകളൊക്കെ വിപണിയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പാക്കറ്റിൽ ഫോർട്ടിഫിക്കേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. അതിൻ്റെ ലോഗോ കാണാം. എൻ്റെ കയ്യിലുള്ളത് അത് തന്നെയാണ്, മിൽമയുടെ ഹോമോജനൈസ്ഡ് പാസ്ചറൈസ്ഡ് ടോൺഡ് മിൽക്ക്. അടുത്തത് ഡബിൾ ടോൺഡ് പാലാണ്. മിനിമം 1.5% കൊഴുപ്പും 9% കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളുമാണ് ഡബിൾ ടോൺഡ് പാലിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് കൊഴുപ്പ് കുറഞ്ഞതുകൊണ്ട് തന്നെ കൊഴുപ്പ് കുറച്ച് മതി എന്നുള്ളവർക്ക് അല്ലെങ്കിൽ പ്രായമായ ആൾക്കാർക്കൊക്കെ കൊടുക്കുവാൻ അനുയോജ്യമാണ്. പ്രകാരം കൊഴുപ്പ് കുറഞ്ഞ പാൽ, അതുപോലെ തന്നെ നമുക്ക് മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കണമെങ്കിലും ഒക്കെ ഇങ്ങനെ കൊഴുപ്പ് കുറഞ്ഞ പാൽ അനുയോജ്യമാണ്. എൻ്റെ കയ്യിലുള്ളതും മിൽമയുടെ ഡബിൾ ടോൺഡ് മിൽക്കാണ്, ഡബിൾ ടോൺഡ് പാലാണ്. ഇതിലും വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും ചേർത്ത് സമ്പുഷ്ടീകരിച്ച പാലാണ്. 500 ml പാക്കറ്റ്. അടുത്തത് സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്ക്. സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്ക് കുറഞ്ഞത് 4% കൊഴുപ്പ് 8% കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് കൂടിയ പാലാണ്. ഇത് പായസം ഉണ്ടാക്കുക അല്ലെങ്കിൽ പാലിൽ നിന്നുള്ള വിവിധ മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ അനുയോജ്യമാണ്. അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം.
ഇത് ചിത്രത്തിൽ നൽകിയിരിക്കുന്ന മിൽമയുടെ സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്കാണ്. ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത് അമുൽ ഗോൾഡ് എന്ന് പറയുന്ന അമുലിന്റെ സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്കാണ്. ഇത് UHT പ്രക്രിയ വഴിയാണ് ഇത് പ്രോസസ്സ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ 6 മാസം വരെയാണ് ഇതിന്റെ സംഭരണ കാലം. 6 മാസം വരെ ഇത് അന്തരീക്ഷ ഊഷ്മാവിൽ കേടുകൂടാതിരിക്കും. പാക്കറ്റ് പൊട്ടിക്കുന്നത് വരെ. പാക്കറ്റ് പൊട്ടിച്ച സാധാ പാൽ പോലെ തന്നെ, പാക്കറ്റ് പാൽ പോലെ തന്നെ ഫ്രിഡ്ജിൽ തണുപ്പിച്ച് സൂക്ഷിച്ച് ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഉപയോഗിച്ച് തീർക്കണം. അടുത്തത് സ്കിംഡ് പാൽ. സ്കിംഡ് പാൽ എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് നീക്കം ചെയ്ത പാലാണ്. പൂർണ്ണമായും കൊഴുപ്പ് നീക്കം ചെയ്യുന്നില്ല. 0.5% കൊഴുപ്പ് ഇതിലുണ്ടാവാം. അതുപോലെ തന്നെ കൊഴുപ്പിതര ഘടകപദാർത്ഥങ്ങൾ കുറഞ്ഞത് 8.7% ഇതിലുള്ളത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതും എൻ്റെ കയ്യിലുള്ളതും അമുലിന്റെ സ്ലിം ആൻഡ് ട്രിം എന്ന് പറയുന്ന സ്കിംഡ് മിൽക്കാണ്. ഇതും UHT പ്രക്രിയ വഴി പ്രോസസ്സ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അതിൽ കാണാം 0.1% കൊഴുപ്പ് മാത്രമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇതും UHT പ്രക്രിയ വഴി പ്രോസസ്സ് ചെയ്ത് വന്നിരിക്കുന്നത് കൊണ്ട് 6 മാസം വരെ ഈ പാലും കേടുകൂടാതെ ഇരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ പാക്കറ്റ് പൊട്ടിക്കാത്തിടത്തോളം, ഒരിക്കൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ സാധാരണ പാക്കറ്റ് പാൽ പോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് 2-3 ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കേണ്ടതാണ്. UHT പ്രോസസ്ഡ് ലോങ് ലൈഫ് പാല്. ഇത് മിൽമ ഇപ്പോൾ 2 വർഷമായി വിപണിയിൽ എത്തിക്കുന്ന UHT പ്രോസസ്ഡ് ലോങ് ലൈഫ് പാലാണ്. ഇത് പാക്ക് ചെയ്തിരിക്കുന്നതും 5 പാളികളുള്ള പ്രത്യേക പാക്കേജിംഗ് മെറ്റീരിയലിലാണ് ഇതും പാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അണുക്കളുടെ പുനഃപ്രവേശനം തടയാനും അതുപോലെ തന്നെ പ്രകാശം അതുപോലെ വായു ഒന്നും ഉള്ളിൽ കടക്കുന്നില്ല. അതുകൊണ്ട് 90 ദിവസത്തെ സംഭരണ കാലമാണ് ഇതിന് പറയുന്നത്. 90 ദിവസം വരെ ഇത് അന്തരീക്ഷ ഊഷ്മാവിൽ ഇത് കേടുകൂടാതെ ഇരിക്കും, നമുക്ക് ഉപയോഗിക്കാം. ഒരിക്കലും പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ സാധാരണ പാക്കറ്റ് പാലുകൾ തന്നെ ഇത് പറഞ്ഞതുപോലെ ഫ്രിഡ്ജിൽ തണുപ്പിച്ച് ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇതും ഉപയോഗിച്ച് തീർക്കേണ്ടതാണ്. ഇപ്പോൾ പല ബ്രാൻഡുകളുടെ പാക്കറ്റ് പാലുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് വിശ്വാസയോഗ്യമായ ബ്രാൻഡ് നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ പല കളറിലുള്ള പാക്കറ്റുകളിൽ തന്നെ വരുന്നത് നമ്മൾ പറഞ്ഞതുപോലെ അതിൻ്റെ ഘടനയ്ക്കൊക്കെ വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ ആവശ്യമനുസരിച്ച് കൂടുതൽ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് വേണ്ടത് നമ്മൾ തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് കുറഞ്ഞത് മതിയോ എന്ന് നോക്കി നമ്മുടെ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാം. കേട്ടുപരിചയമുള്ളതും അതുപോലെ വിപണിയിൽ സ്ഥിരമായി നിൽക്കുന്നതുമൊക്കെയായ ബ്രാൻഡിന്റെ പാലും പാലുൽപ്പന്നങ്ങളും ഒക്കെ മേടിച്ച് ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.